Today I want to speak about a message, what I want to call it the one another life. വൺ അനദർ ലൈഫ് അല്ലെങ്കിൽ ഒന്നിച്ചുള്ള അന്യോന്യമുള്ള ജീവിതം എന്ന് ഞാൻ വിളിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ ദൂത് ഞാൻ ഇന്ന് പങ്കുവെക്കുവാൻ The ആഗ്രഹിക്കുന്നു. one another life. അന്യോന്യമുള്ള ജീവിതം. The Bible talks about many one another's in the Bible. വചനത്തിൽ അനേക ഭാഗങ്ങളിൽ അന്യോന്യം എന്ന് അല്ലെങ്കിൽ ഒന്നിച്ച് എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. The Bible says love one another. വചനത്തിൽ എങ്ങനെ പറയാം? നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ, Be kind to one another. നിങ്ങൾ തമ്മിൽ ദയയുള്ളവരാകുക, Pray for one another. നിങ്ങൾ തമ്മിൽ പ്രാർത്ഥിക്കുക, Encourage one another. നിങ്ങൾ തമ്മിൽ പ്രബോധിപ്പിക്കുക. You see, the Bible is full of scriptures that talk about one another life. നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? തിരുവചനത്തിലുടനീളം തമ്മിൽ അല്ലെങ്കിൽ അന്യോന്യം എന്ന് പറയുന്ന വാക്യങ്ങളാകുന്നു. Robinson Crusoe talks about the story of an obstinate Englishman. ഒരു ഇംഗ്ലീഷുകാരൻ്റെതായിട്ടുള്ള ഒരു കഥ റോബിൻസൺ ക്രൂസോ ഇങ്ങനെ പറയുന്നു. He ignored his father's instruction to become a preacher or a clergy and decided he wants to go as a sea traveler. ഒരു പുരോഹിതനോ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനോ ആകുവാനായിട്ടുള്ള തൻ്റെ പിതാവിൻ്റെതായിട്ടുള്ള താല്പര്യത്തെ താൻ നിരസിച്ച് താൻ കടലിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാകുവാനായിട്ട് താൻ തയ്യാറെടുത്തു. Soon after that, this Englishman, his boat crashed and he was stranded on an uninhabited island off the coast of a new world that he was trying to discover. പെട്ടെന്ന് തന്നെ തൻ്റെതായിട്ടുള്ള കപ്പൽ അത് തകർന്ന് താൻ വിജനമായിട്ടുള്ള ഒരു പുതിയ പ്രദേശത്ത് വന്ന് അടിയുകയുണ്ടായി. He had only supplies from what was on the wreckage of his boat. തൻ്റെതായിട്ടുള്ള കപ്പൽ ഛേദം സംഭവിച്ചിരിക്കുന്ന ആ കപ്പലിൽ ഉണ്ടായിരുന്ന അത്യാവശ്യം സാധനങ്ങൾ മാത്രമേ തനിക്കുള്ളൂ. With that he built a house. അതുകൊണ്ട് താൻ ഒരു ഭവനമുണ്ടാക്കി. He made a small boat for himself. തനിക്ക് വേണ്ടി താൻ ഒരു ചെറിയ പടകുണ്ടാക്കി. Now he was living in a beautiful, idyllic location, an island away from the madness of the world. ഇപ്പോൾ ലോകത്തിൻ്റെതായുള്ള ഭ്രാന്തിൽ നിന്ന് താൻ മാറി വളരെ മനോഹരമായിട്ടുള്ള ഒരു ദ്വീപിലാകുന്നു താൻ വസിക്കുന്നത്. But Crusoe was never happy at this new location. എന്നാൽ ക്രൂസോ ഈ പുതിയ സ്ഥലത്തായിട്ടും തനിക്ക് വലിയ സന്തോഷമില്ലായിരുന്നു. The reason he was unhappy because he was alone. തൻ്റെതായിട്ടുള്ള വിഷാദത്തിന്റെ അല്ലെങ്കിൽ വിഷമത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് താൻ ഏകനായിരുന്നു എന്നുള്ളതായിരുന്നു. It was not the climate. അവിടത്തായുള്ള അന്തരീക്ഷമല്ല. It was not the food. ആ കാലാവസ്ഥയോ ഭക്ഷണവുമല്ല. It was not the beautiful nature setting. അവിടെ വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള സാഹചര്യമുണ്ടെങ്കിലും അത് തന്നെയുമല്ല. But what made him desperately unhappy? എന്നാൽ തന്നെ വലിയ രീതിയിൽ വിഷമിപ്പിച്ച ഒരു കാര്യം The fact that he was alone. താൻ ഏകനായിരുന്നു എന്നുള്ളതായിരുന്നു. Single and isolated. താൻ ഏകനായിരുന്നു, താൻ കൂട്ടം വിട്ടിരിക്കുകയും ചെയ്യുന്നു. He said single out and separated as it were from all the world was to be miserable. ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് കൂട്ടം വിട്ട് ഒറ്റയ്ക്കാകുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാകുന്നു താൻ പറയുന്നു. The island by itself was not horrible. ആ ദ്വീപ് അതിനൊരു പ്രശ്നവുമില്ലായിരുന്നു. But what was horrible was the fact that he was separated from people. എന്നാൽ വ്യക്തികളിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നു എന്നുള്ള ആ കാര്യമായിരുന്നു തനിക്ക് വളരെ പ്രയാസകരമായത്. This story talks about a basic human need. ഈ കഥ എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യന്റെ ഒരു ആവശ്യത്തെക്കുറിച്ച് പറയുന്നു. Human beings are created to be community. മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു കൂട്ടമാകുവാനായിട്ടാകും. You know, a community with God and community with one another. ഒരു കൂട്ടായ്മയായിക്കൊണ്ട് ദൈവവുമായിട്ടും മറ്റുള്ളവരുമായിട്ടും. When God looked at Adam, God said, "It is not good for man to be alone." ദൈവം ആദാമിനെ നോക്കിയപ്പോൾ ദൈവം ഇപ്രകാരം പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. And he said, "So let me take a rib out of his side and let me make a woman after, my own likeness." അപ്പോൾ ദൈവം ഇങ്ങനെ പറയുകയാകുന്നു, എന്റെ സ്വരൂപത്തിൽ തന്നെ അവനിൽ നിന്ന് ഒരു വാരിയൽ എടുത്തുകൊണ്ട് ഞാൻ സ്ത്രീയെ ഉണ്ടാക്കട്ടെ. Being community was God's plan. കൂട്ടായ്മയിലായിരിക്കുക അല്ലെങ്കിൽ ഒന്നിച്ചായിരിക്കുക എന്നുള്ളത് അത് ദൈവത്തിന്റെ പദ്ധതിയായി. Some people say, "I'd rather be single." ചില വ്യക്തികൾ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ഒറ്റയ്ക്കായിരിക്കാം. But though unless you have a grace from God to be single in your marriage or without being married or something like that, we are not designed for that. നിങ്ങൾ വിവാഹം കഴിക്കാതിരിക്കുവാൻ തക്കവണ്ണം ഒറ്റയ്ക്കായിരിക്കാനായിട്ട് ദൈവത്തിന്റെ ഒരു കൃപയില്ല എങ്കിൽ അതല്ല നമ്മുടെ പൊതുവായിട്ടുള്ള രൂപകൽപ്പന. Why does God want us to be part of a community? എന്തുകൊണ്ട് ദൈവം നാം ഒരു കൂട്ടായ്മയിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു? Because two is better than one. കാരണം ഒന്നിനേക്കാൾ ഭേദപ്പെട്ടത് രണ്ടാകും. Because it yields a better
better reward for its labor. കാരണം അത് വേലയ്ക്കായിട്ട് മികച്ചതായിട്ടുള്ള പ്രതിഫലം നൽകുന്നു. Why does God want us to be community? എന്തുകൊണ്ട് ദൈവത്തിന് നമ്മെ കൂട്ടായ്മയിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു? God doesn't want us to be lonely. ദൈവം നാം ഏകരായിരിക്കുവാൻ അല്ലെങ്കിൽ ഏകനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. When we live in the community, we actually learn to work with people who are not like us. നമ്മെ പോലെ അല്ലാത്ത വ്യക്തികളുടെ കൂടെ നാം ജോലി ചെയ്യുവാൻ അല്ലെങ്കിൽ ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ പഠിക്കുന്നത് നാം And കൂട്ടായ്മയിലായിരിക്കുമ്പോഴാണ്. we often feel who we are is amazing and what others are don't seem to be the ideal thing. നാം പലപ്പോഴും ചിന്തിക്കുന്നത് നാം വളരെ മികച്ചവരാകുന്നു, മറ്റുള്ളവരായിരിക്കുന്നത് അത്ര മികച്ച സാഹചര്യമൊന്നുമല്ല നാം So ചിന്തിക്കുന്നു. community makes us sacrificial, അതുകൊണ്ട് നാം കൂട്ടായ്മയിലായിരിക്കുമ്പോൾ നമ്മെ ത്യാഗത്തിലേക്ക് അത് നയിക്കുന്നു. makes us care for one another, അത് അന്യോന്യം പരിപാലിക്കുവാനായിട്ട് സഹായിക്കുന്നു. gives us ability to use our skills. നമ്മുടേതായിട്ടുള്ള കഴിവുകളെ ഉപയോഗിക്കുവാനായിട്ട് അവസരം നൽകുന്നു. Even when we are transmitting this live service this day, ഈ ലൈവ് സർവീസ് ഈ ദിവസം സംഭവിക്കുമ്പോൾ you see there are many people who have put their skills together for this service to come to you, to reach your home. ഈ സർവീസ് നിങ്ങളുടെ ഭവനത്തിൽ എത്തുവാൻ തക്കവണ്ണം തന്നെ അനേകർ അവരുടേതായിട്ടുള്ള കഴിവുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. Because they fought their desire to be by themselves and private and chose the will of God to be community. ഒരു സ്വകാര്യ ജീവിതം നയിക്കുക എന്നുള്ള ആ ചിന്തയെ അവർ വെല്ലുവിളിച്ചുകൊണ്ട് പൊരുതിക്കൊണ്ട് ദൈവത്തിന്റെ കൂട്ടത്തിലായിരിക്കുവാനായിട്ട് അവർ തീരുമാനിക്കുകയുണ്ടായി. They use their skills oftentimes when they are happy to use it, വ്യക്തികൾ അവരുടേതായിട്ടുള്ള കഴിവുകൾ സന്തോഷമുള്ളപ്പോൾ ഉപയോഗിക്കുന്നു. and other times they've used their skill when they had no choice, there was no one else, so they just went in and they served. മറ്റുള്ള സമയത്ത് മറ്റാരും ഇല്ലാത്തത് കൊണ്ട് അവർ തീരുമാനിച്ച് ശുശ്രൂഷിക്കുന്നു. When we are community, we grow in the Lord together. നാം കൂട്ടായ്മയിലായിരിക്കുമ്പോൾ നാം ഒന്നിച്ച് ക്രിസ്തുവിൽ വളരുന്നു. We learn from one another, നാം അന്യോന്യം പല കാര്യങ്ങൾ പഠിക്കുകയും we ചെയ്യും. sharpen one another, നാം തമ്മിൽ മൂർച്ച കൂട്ടുന്നു. we pray for one another, നാം തമ്മിൽ പ്രാർത്ഥിക്കുന്നു. we encourage one another. നാം തമ്മിൽ പ്രോത്സാഹിപ്പിക്കുന്നു. Community is a beautiful plan of God. കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാകും. Not to say that having a private life doesn't have its benefits. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്വകാര്യ ജീവിതത്തിന് അതിന്റെ യാതൊരുവിധമായിട്ടുള്ള ഗുണങ്ങളില്ല എന്നല്ല. Many times when we want to have a private life, പല സമയത്ത് നമുക്കൊരു സ്വകാര്യ ജീവിതം നാം ആഗ്രഹിക്കുമ്പോൾ it might be because of our personality, അത് നമ്മുടെ വ്യക്തിത്വം കാരണമായിരിക്കാം, or it might be because of the things we've gone through in life, അല്ലെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങൾ മുഖാന്തരമായിരിക്കും, or it may be because of our training. We grew up in a home that was a private home. അല്ലെങ്കിൽ നാം വളർന്നു വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ കാരണമായിരിക്കാം നമ്മുടെ ഭവനം ചിലപ്പോൾ അപ്രകാരമുള്ള ഒരു കുടുംബാന്തരീക്ഷമായിരുന്നു. I grew up in a home where we had guests very often. ഞാൻ വളർന്നു വന്ന സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എല്ലായ്പ്പോഴും അതിഥികൾ My ഉണ്ടായിരുന്നു. parents were active in the community. എന്റെ മാതാപിതാക്കൾ അവർ സമൂഹത്തിൽ വളരെ സജീവമായുള്ളവരായിരുന്നു. So giving up our room to sleep or serving food for many people and all of that is part of what we got trained with. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ മുറി മറ്റാർക്കെങ്കിലും ഉറങ്ങാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്നിച്ച് ഭക്ഷണം വിളമ്പുകയോ ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമായിരുന്നില്ല. But we realize that people who desire to live private lives, it has its benefits. എന്നാൽ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, സ്വകാര്യ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അതിൽ ചില ഗുണങ്ങളുണ്ട്. We have lesser people actively offending us. അധികം പേർ നമ്മളെ മുറിപ്പെടുത്തുന്നില്ല. Actively offending, by which people can passively offend, because if they're not in our lives, that itself can offend us. But people don't actively offend us because we're not doing life with them. വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ മാറി നിൽക്കുമ്പോൾ തന്നെ അത് ഡയറക്റ്റ് ആയിട്ട് അല്ലാത്ത രീതിയിൽ നമ്മെ മുറിവേൽപ്പിക്കുന്നു. എന്നാൽ സജീവമായി വന്നുകൊണ്ട് നമ്മെ മുറിവേൽപ്പിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടാകും. When we live private lives, we allow ourselves to do what we love. We have time for ourselves. We have time to do what we want best. ഒരു സ്വകാര്യ ജീവിതം നാം നയിക്കുമ്പോൾ നമുക്ക് നാം ആഗ്രഹിക്കുന്ന നാം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സമയം ലഭിക്കുന്നു. But what happens is that it leaves us selfish. എന്നാൽ അത് പലപ്പോഴും നമ്മെ സ്വാർത്ഥതയിലേക്കാവും നയിക്കുന്നത്. It leaves us unchallenged to grow under circumstances we are not comfortable with. നാം സൗകര്യപ്രദമായിട്ടല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മെ വളരുവാനായിട്ട് താല്പര്യപ്പെടുത്തുന്നില്ല. And the danger is that we end up living a consumer mindset. What is in it for me? If I get into this community, how will it bless me? അതിന്റെ വലിയൊരു ആപത്ത് എന്ന് പറയുന്നത് ഒരു ഉപഭോക്തൃ മനോഭാവത്തോടുകൂടെ ജീവിക്കുവാനായിട്ട് അത് നമ്മെ നയിക്കുന്നു. ഇതിനകത്ത് ഞാൻ ഇടപെട്ടാൽ എനിക്ക് എന്ത് ലഭിക്കും എന്നുള്ള ചിന്തയോടെ.
Jesus gave us two commandments. യേശു നമുക്ക് രണ്ട് കൽപ്പനകൾ നൽകി. Love God with all your heart, all your soul and mind. നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക. And he said this is the greatest commandment. ഇത് ഏറ്റവും വലിയ കൽപ്പനയാകുന്നു എന്ന് പറഞ്ഞു. And the second is like the greatest. രണ്ടാമത്തേത് ഈ വലിയതിനെ പോലെ തന്നെ ആകുന്നു. That you love your neighbor as you love yourself. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. You know, if we learn to love our neighbor the way we love ourselves, നാം നമ്മെ തന്നെ സ്നേഹിക്കുന്ന രീതിയിൽ നമ്മുടെ അയൽക്കാരനെ നാം സ്നേഹിക്കുവാൻ പഠിച്ചാലോ, I think our neighbor will be a very happy person. നമ്മുടെ അയൽക്കാരൻ വളരെ സ്നേഹമുള്ള അല്ലെങ്കിൽ സന്തോഷമുള്ള വ്യക്തിയായി മാറും. So in the great commandments we see there are two great commandments. നാം ശ്രദ്ധിക്കുമ്പോൾ ആ മഹാകൽപ്പനയിൽ രണ്ട് കാര്യങ്ങളുണ്ട്. One is to love God with all our heart, soul and mind. ഒന്ന് നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെയും ആത്മാവോടെയും മനസ്സോടുകൂടെയും നാം ദൈവത്തെ സ്നേഹിക്കുക. And the second one is to love our neighbor as ourselves. രണ്ടാമതായിട്ട് നാം നമ്മുടെ അയൽക്കാരനെ അപ്രകാരം തന്നെ സ്നേഹിക്കുക. In the Old Testament, righteousness came by following the 10 commandments. പഴയ ഉടമ്പടിയിലാണെങ്കിൽ നീതി ലഭിച്ചുകൊണ്ടിരുന്നത് ഇപ്രകാരം ഈ 10 കൽപ്പനകളെ പാലിക്കുമ്പോഴാണ്. But in the New Testament it comes by faith in Jesus. എന്നാൽ പുതിയ ഉടമ്പടിയിലാണെങ്കിലോ ക്രിസ്തുവിലുള്ള വിശ്വാസം മുഖാന്തരം നമുക്ക് ലഭിക്കുന്നു. But the New Testament, the Bible says that if you love me, which is commandment 1, എന്നാൽ പുതിയ ഉടമ്പടിയിൽ നാം നോക്കുമ്പോൾ ആദ്യത്തെ കൽപ്പനയായിരിക്കുന്ന നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോൾ, the Bible says then you will have to love your neighbor also. അങ്ങനെയെങ്കിൽ നീ നിന്റെ അയൽക്കാരനെയും സ്നേഹിച്ചേ Which മതിയാകും. is commandment 2. അത് രണ്ടാമത്തെ കൽപ്പനയാകും. The Bible says we cannot love God without engaging with community, people in our life. വചനം ഇങ്ങനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ജീവിതത്തിലുള്ള വ്യക്തികളുമായി ഇടപെടാതെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. 1 John chapter 4 and verse 20 says, 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 20-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. it says, if someone says I love God and yet hates his brother or sister, he is a liar. ഒരുവൻ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ വെറുക്കുകയും ചെയ്താൽ അവൻ നുണയനാകും. Now look at this part of the scripture. It says, for the one who does not love his brother and sister whom he has seen cannot love God. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, കാരണം താൻ കണ്ടിട്ടുള്ള തന്റെ സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നതല്ല. The Bible is making an absolute statement. It is saying, he who cannot love his brother cannot love God. വചനം വളരെ വ്യക്തമായിട്ടുള്ള ഒരു സത്യം ഇവിടെ വിളിച്ചു പറയുകയാകുന്നു, സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയാത്തവന് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. John's Gospel 14 verse 15 says, if you love me you will keep my commandments. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെതായുള്ള 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിലോ നിങ്ങൾ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. So to love God is not a truth unless we learn to love one another. സ്നേഹിക്കുക എന്ന് പറയുന്നത് നാം അത് ഒരു വലിയ സത്യമാകുന്നു. അത് സംഭവിക്കണമെങ്കിൽ നാം അന്യോന്യം സ്നേഹിച്ചേ മതിയാകും. Oh, there are other verses that talk about that. ഇപ്രകാരം പറയുന്ന അനേക വാക്യങ്ങളുണ്ട്. John 13:35 says, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 35-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, by this people will know that you are disciples. നിങ്ങൾ തമ്മിൽ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുന്നത് ഇത് കാരണമാകുന്നു. That they will know you are my disciples, which means lovers of God. വ്യക്തികൾ ഇങ്ങനെ തിരിച്ചറിയും, നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന്, that you are lovers of God, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെന്നും, if you love one another. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ, which means if you don't love one another, that there is no proof that you love God. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാം തമ്മിൽ സ്നേഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. Loving one another is the proof of our discipleship and our loving God. നമ്മുടേതായിട്ടുള്ള ശിഷ്യത്വത്തിന്റെയും ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെയും അടയാളം തമ്മിലുള്ള സ്നേഹമാകും. We cannot live our own private lives in the church, in the body of Christ and say, oh, we love one another. സഭയിലും യേശുക്രിസ്തുവിന്റെ ശരീരത്തിലും നാം നമ്മുടേതായിട്ടുള്ള സ്വകാര്യ ജീവിതം ജീവിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ കഴിയുകയില്ല. Imagine a mother had a baby but will not feed the baby. നിങ്ങളൊന്ന് ചിന്തിച്ചാട്ടെ, ഒരു മാതാവിന് കുഞ്ഞുണ്ട്, എന്നാൽ ആ കുഞ്ഞിന് ആവശ്യമായിരിക്കുന്ന ഭക്ഷണമൊന്നും നൽകുകയില്ല. But the mother says, baby knows I love. എന്നാൽ മാതാവ് പറയുകയാകുന്നു, ഇല്ല, കുഞ്ഞിനെ അറിയാം ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളത്. If I didn't love, do you think I'll give birth? ഞാൻ സ്നേഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഞാൻ ജന്മം കൊടുക്കുമെന്ന്? You think I'll love the child me and to live in the same house? ഞാനും ആ കുഞ്ഞും ഒരേ ഭവനത്തിൽ തന്നെ വസിക്കാൻ അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ? Child knows I love the child. കുഞ്ഞിനെ അറിയാം ഞാൻ സ്നേഹിക്കുന്നുണ്ട്. But the Bible says that if you really talk about love,
there is a one another life you begin to do together. എന്നാൽ തിരുവചനം വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തമ്മിലുള്ള ഒരു ജീവിതമുണ്ട്, അന്യോന്യമുള്ള ഒരു ജീവിതമുണ്ട്. That is where the mother sacrifices, wakes up in the middle of the night to feed the baby. അവിടെ ആകുന്നു ആ അമ്മ ത്യാഗം ചെയ്തുകൊണ്ട് രാത്രി എഴുന്നേറ്റുകൊണ്ട് ചിലപ്പോൾ കുഞ്ഞിനെ ഭക്ഷണം നൽകുന്നത്. The proof of the love was in the serving the child. ആ സ്നേഹത്തിൻ്റെതായിട്ടുള്ള അടയാളം എന്ന് പറയുന്നത് അത് ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നതിലാകുന്നു. Many of us claim to have undying love. നമ്മിൽ പലരും മരിക്കാത്ത അല്ലെങ്കിൽ നിലയ്ക്കാത്ത സ്നേഹമുണ്ടെന്ന് പലരും അവകാശപ്പെടുന്നു. But only the love which is tested can be trusted. എന്നാൽ പരിശോധിക്കപ്പെട്ടിരിക്കുന്ന സ്നേഹത്തിന് മാത്രമേ വിശ്വസിക്കുവാൻ കഴിയുകയുള്ളൂ. Marriage is a great challenge of this one another life. വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഇപ്രകാരം തമ്മിലുള്ള ജീവിതത്തിന്റെ വലിയ ഒരു ഉദാഹരണമാകും. It is beautiful and it's full of promises. അത് വളരെ മനോഹരമാകുന്നു. വലിയ സാധ്യതകളും വാഗ്ദത്തങ്ങളും അതിലുണ്ട്. Especially when we get into it. പ്രത്യേകം അതിനകത്ത് നാം കയറുമ്പോൾ. And then it's full of challenges and thorns when we begin to live it. അതിനുശേഷം നാം ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ അവിടെ വലിയ വെല്ലുവിളികളും മുള്ളുകളുമുണ്ട്. Because we got in thinking our spouse will satisfy us. കാരണം നാം ആ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് നമ്മുടെ ജീവിത പങ്കാളി നമ്മെ സംതൃപ്തരാക്കുമെന്ന് വിശ്വസിച്ചതുകൊണ്ടാവും. But we recognize now I'm having to give and give and give without being able to receive back. എന്നാൽ നാം ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഞാൻ കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. Fellowship increases. അവിടെ കൂട്ടായ്മ വർദ്ധിക്കുന്നു. But chores also increase. എന്നാൽ ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കുന്നു. Financial challenges increase. സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളികൾ അത് വർദ്ധിക്കുന്നു. Who will earn? Who has the right to earn and who has the right to spend? ആര് സമ്പാദിക്കണം, ആർക്ക് അതിനുള്ള അവകാശമുണ്ട്, ആർക്ക് ചെലവാക്കാൻ കഴിയും, എങ്ങനെ ചെലവാക്കാൻ The കഴിയും. questions of submission increase. Who will submit to the other? അപ്പോൾ വിധേയത്വത്തിൻ്റെതായിട്ടുള്ള ചോദ്യങ്ങൾ വർദ്ധിക്കുന്നു. ആര് വിധേയപ്പെടണം? That which holds great promise അത് വലിയ സാധ്യതകളുണ്ടെങ്കിലും becomes a challenge of great selfishness. അത് സ്വാർത്ഥതയുടെ വലിയ വെല്ലുവിളിയായി മാറും. So then the couples ask, what is in it for me? അപ്പോൾ ആ ദമ്പതികൾ പലപ്പോഴും ചോദിക്കുന്നു, ഇതിനകത്ത് എനിക്കെന്തുണ്ട്? Many times പല സമയത്തും when it gets hard, അത് പ്രയാസകരമാകുമ്പോൾ we say the spouse is not like me. നാം പറയുന്നു എന്റെ ജീവിത പങ്കാളി എന്നെ പോലല്ല. My spouse is harsh. എന്റെ ജീവിത പങ്കാളി വളരെ പരുഷമായി ഇടപെടുന്നു. Selfish. സ്വാർത്ഥതയാണ്. Ungodly. ദൈവികയല്ല. Not devoted. അല്ലെങ്കിൽ ആത്മാർത്ഥതയില്ല. Not devoted to what I want. എനിക്ക് വേണ്ട കാര്യങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല. Therefore I want out. അതുകൊണ്ട് എനിക്ക് തീർച്ചയായും ഈ വിവാഹബന്ധത്തിൽ നിന്ന് മോചനം വേണം. It seems strange that a marriage that you entered in with great romance, that the Lord now commands, husbands, love your wives. ഈ വലിയ സ്നേഹത്തോടുകൂടെ നാം പ്രവേശിച്ചതായിട്ടുള്ള ഈ വിവാഹബന്ധത്തിനെ കുറിച്ച് ദൈവം യേശുക്രിസ്തു ഭർത്താക്കന്മാരോട് പറയുന്നത് ഇങ്ങനെയാകുന്നു, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിപ്പിൻ. The marriage started with a feeling of love. The marriage continues with a command of love. ദൈവത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ആ വിവാഹ ജീവിതം മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ തുടങ്ങിയത് ഒരു സ്നേഹത്തിന്റെ തോന്നൽ കൊണ്ടാകുന്നു. എന്നാൽ നിലനിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും ഈ സ്നേഹത്തിന്റെ കൽപ്പന മുഖാന്തരമാണ്. Opinions may differ, but in marriage, agreement is a choice. അഭിപ്രായങ്ങളിൽ വ്യത്യാസമുണ്ടാകാൻ തീർച്ചയായും കഴിയും. എന്നാൽ ഒരുമ എന്ന് പറയുന്നത് വിവാഹ ജീവിതത്തിൽ അതൊരു തിരഞ്ഞെടുപ്പാകും. Division and rebellion within a marriage is not an option. ഭിന്നത അതോടൊപ്പം തന്നെ മറുതലിപ്പ് വിവാഹ ജീവിതത്തിൽ അത് ഒരിക്കലും ഒരു നല്ല തീരുമാനമല്ല. When you say you do what you want, I will do what I want, the Bible calls it that you don't love God. നിങ്ങൾ ഇപ്രകാരം പറയുകയാകുന്നു, നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന് പറഞ്ഞാൽ തിരുവചനം അത് ശരിയായി പറയുന്നില്ല. Because that is not loving one another. കാരണം അതിനെ തിരുവചനം സ്നേഹമെന്ന് വിളിക്കാത്തത് കൊണ്ട് അതിൽ തമ്മിൽ സ്നേഹമല്ല. That is loving me. I will do what I want, you do what you want. And the Bible says if you live that life, the Bible says you and I don't love God. ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യുകയും നീ നിനക്കിഷ്ടമുള്ളതും ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തിരുവചനം അതിനെ സ്നേഹമെന്ന് വിളിക്കുന്നില്ല, അത് ദൈവത്തിന്റെ ഇഷ്ടവുമല്ല. That is why 1 Corinthians 1:10 says. അതുകൊണ്ടാകുന്നു 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം പറയുന്നത്. 1 Corinthians chapter 1 verse 10. 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം പറയുന്നത്, I appeal to you brothers and sisters in the name of the Lord Jesus that you all agree with one another. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നതയില്ലാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും
പൂർണ്ണമായി യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. In the marriage, you may have different opinions, വിവാഹ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം. but no permission to be in disagreement. എന്നാൽ യോജിക്കപ്പെടാതെ ഇരിക്കുവാൻ യാതൊരു അവകാശവുമില്ല. You have to come to a place of agreement in the marriage. നിങ്ങൾ തീർച്ചയായിട്ടും വിവാഹ ജീവിതത്തിൽ ഒരു യോജിപ്പിലേക്ക് വന്നേ മതിയാകും. And that comes from loving one another. അത് അന്യോന്യം സ്നേഹിക്കുന്നതിലൂടെ വരുന്നു. Because love is considerate. കാരണം സ്നേഹം അന്യോന്യം കരുതുന്നു. According to 1 John 4:20. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം അനുസരിച്ചാണെങ്കിൽ, According to the verse we just saw. നാം ഇപ്പോൾ കണ്ട വാക്യം തന്നെയാകുന്നു. He who cannot love his or her spouse തന്റെ സഹോദരൻ അല്ലെങ്കിൽ തന്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുവാൻ കഴിയാത്ത വ്യക്തിക്ക് does not love God. ദൈവത്തെ സ്നേഹിക്കുന്നില്ല. Wow, that's a strong statement. അത് വളരെ ശക്തമായിട്ടുള്ള വാക്യമാണല്ലോ. That hurts us when we hear that. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേദന ഉണ്ടാകും. But love is not a feeling. എന്നാൽ സ്നേഹം ഒരു തോന്നലല്ല. Love for your spouse is a demonstration of your love for God. നിങ്ങളുടെ ജീവിത പങ്കാളിയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. When it comes to the church, നിങ്ങൾ അത് സഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ, let's look at an example of a scripture, 1 Peter 4:9. 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 9-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ, The Bible says, be hospitable to one another without complaint. വചനം ഇങ്ങനെ പറയുന്നു, പരാതിപ്പെടാതെ പരസ്പരം അതിഥി സൽക്കാരം ആചരിപ്പീൻ. First of all, we don't know how to cook for more than a few people. ഒന്നാമതായിട്ട് നമുക്ക് അല്പം വ്യക്തികളിൽ അധികമായിട്ട് എങ്ങനെ പാചകം ചെയ്യണമെന്ന് അറിയുകയില്ല. And if more than 2 or 3 or 4 people come to house, we're all stressed out. 2, 3, 4 അധികം ആൾക്കാർ ഭവനത്തിലേക്ക് വരാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രയാസമാകും. But the Bible commands us to be hospitable to people. എന്നാൽ തിരുവചനം ഓർമ്മിപ്പിക്കുന്നു, പരസ്പരം അതിഥി സൽക്കാരം ആചരിപ്പീൻ. Our hospitality, oftentimes when we give people hospitality, we think in our mind, oh, it reflects how I keep my house, it reflects who I am and all of that. But we forget that hospitality is about whether you give a glass of water, it reflects that you love Jesus and you love them. പലപ്പോഴും നാം അതിഥി സൽക്കാരം ചെയ്യുമ്പോൾ നാം ചിന്തിക്കുന്നത് അത് വെളിപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ ഭവനം എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കുന്നുവെന്നോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ നന്നായി പാചകം ചെയ്യുന്നു എന്നുള്ളതോ ഒക്കെയാണ്. എന്നാൽ പലപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തെ സംബന്ധിച്ച് അത് ദൈവത്തോടുള്ള സ്നേഹമാകുന്നു വെളിപ്പെടുത്തുന്നു. Hospitality is not a revelation of your ability. അതിഥി സൽക്കാരം എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവിന്റെ വെളിപ്പെടുത്തലല്ല. Or the value you put on yourself. അതോ നിങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവോ അതിനെ കുറിച്ചുമല്ല. Or comparisons. അല്ലെങ്കിൽ താരതമ്യവുമല്ല. Hospitality is a demonstration of your love for God. എന്നാൽ അതിഥി സൽക്കാരം എന്ന് പറയുന്നത് അത് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാണ്. God challenges us to rise to that. ദൈവം ആ ഒരു മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിലേക്ക് ഉയരുവാൻ നമ്മെ വിളിക്കുന്നു. In the church they shared food. സഭയിൽ അവർ ഭക്ഷണം പങ്കുവെച്ചു. In the book of Acts അപ്പോസ്തല പ്രവൃത്തികളിൽ they shared food. അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. They shared their homes, they opened their homes for people to come let us worship in my home. അവർ അവരുടെ ഭവനങ്ങൾ തുറന്ന് വ്യക്തികളെ ആരാധിക്കുവാനായി വിളിച്ചിരിക്കുന്നു. You think they wouldn't have had trouble with people coming to their home? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ വ്യക്തികൾ വന്നാൽ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത്? I remember, our own children when we had just built the house and we had painted our home. ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ മക്കൾ തന്നെ ഞങ്ങളുടെ ഭവനം പെയിന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, my children and their cousins, they had chocolate and they were walking down the staircase wall with chocolate on their fingers and they put it on the wall of the house. എൻ്റെ മക്കളും അവരുടെ കസിൻസും അവരുടെ കയ്യിൽ ചോക്ലേറ്റ് എല്ലാം പുരട്ടിക്കൊണ്ട് ആ ഭിത്തികളിലെല്ലാം ചോക്ലേറ്റ് തേക്കുകയുണ്ടായി. They were little children. അവർ കുഞ്ഞു മക്കളായിരുന്നു. The moment I saw that, I was calculating how much money we spent to paint that wall. ഞാൻ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ചിന്തിക്കുകയാകുന്നു, അയ്യോ അതൊന്ന് പെയിന്റ് ചെയ്തെടുക്കാനായിട്ട് എത്ര കാശ് ചെലവാക്കി. And then I stood there and this is the time the pastor is praying and dedicating the home. ഈ സമയം എന്ന് പറയുന്നത് പാസ്റ്റർ ആ ഭവനത്തെ ആശീർവദിക്കുന്ന സമയമാകും. The moment I saw the dirty walls, ആ സമയത്ത് ആ ഭിത്തി വൃത്തികേടാതെ ഞാൻ കണ്ടപ്പോൾ I told myself I'd rather have children than have clean walls. ഞാൻ അപ്പോൾ എന്നോട് തന്നെ ഓർത്ത് പറയുകയാകുന്നു, ഒരു വളരെ വൃത്തിയായിട്ടുള്ള ഭിത്തികൾ ഉള്ളതിനേക്കാൾ നല്ലത് എന്റെ ഭവനത്തിൽ കുഞ്ഞുങ്ങൾ ഉള്ളതാകും. Because they will bring community. കാരണം അവർ അവിടെ ഒരു സമൂഹത്തെ കൂട്ടായ്മ കൊണ്ടുവരുന്നു. They may have the ability to build 10 of those houses for us. അവർക്ക് ചിലപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അതുപോലെ ഒരു 10 ഭവനങ്ങൾ വേണമെങ്കിൽ They പണിയുവാൻ may have കഴിയും. the ability to paint 100
100 times. അല്ലെങ്കിൽ അതിലൊരു പെയിന്റ് അടിക്കുവാനായിട്ട് അല്ലെങ്കിൽ 100 തവണ അടിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കും. You will share your life with whom you value. നിങ്ങൾ ആർക്ക് വില കൽപ്പിക്കുന്നോ അവരുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം പങ്കുവെക്കും. The church had to share food. സഭയ്ക്ക് ഭക്ഷണം പങ്കുവെക്കണമായിരുന്നു. Share homes. ഭവനങ്ങൾ They പങ്കുവെക്കണമായിരുന്നു. had to share money. അവരുടെ ധനം They പങ്കുവെക്കണമായിരുന്നു. had to share their time. അവരുടെ സമയം നൽകണമായിരുന്നു. They were meeting house to house and praying. അവർ ഭവനം തോറും അവർ കൂടി വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Some of them, you think their children didn't have final exam. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അവരിൽ ചിലരുടേതായിട്ടുള്ള മക്കൾക്ക് ഫൈനൽ എക്സാം ഒന്നും ഇല്ലായിരുന്നു But they എന്നുള്ളത്? did life together. എന്നാൽ അവർ ഒന്നിച്ച് അവർ ജീവിച്ചു. They were one large family. അവർ ഒരു വലിയ കുടുംബമായി. And complaints rose in the church. അങ്ങനെ സഭയിൽ പരാതികൾ വരുവാൻ തുടങ്ങി. Some did not get food on time. ചിലർക്ക് തക്ക സമയത്ത് ഭക്ഷണം ലഭിച്ചില്ല. Some others in the communion time, they would go and they would eat all the food first and there wouldn't be communion and food left for others. എന്നാൽ ചിലരാണെങ്കിലോ കർത്തൃമേശയുടെ സമയത്ത് ആദ്യമേ തന്നെ പോയി എല്ലാ ഭക്ഷണവും കഴിച്ചു തീർത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഉണ്ടാകുകയില്ല. To separate from one another is no challenge. മറ്റുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ വേർപെട്ട് നിൽക്കുന്ന വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമല്ല. Just be selfish and we can easily live a private life. സ്വാർത്ഥരായി കഴിഞ്ഞാൽ നമുക്ക് സ്വകാര്യമായുള്ള ജീവിതം ജീവിക്കുവാൻ കഴിയും. And we will feel no desire to love one another. അതോടൊപ്പം തന്നെ അന്യോന്യം സ്നേഹിക്കുവാനായിട്ട് വലിയ ആഗ്രഹവും കാണുകയും. Cain and Abel, they did that. കായിനും ആബേലും അത് തന്നെ ചെയ്തു. Abel loved God. ഹാബേൽ ദൈവത്തെ സ്നേഹിച്ചു. Cain was offended with God. കായിൻ ദൈവവുമായിട്ട് നീരസപ്പെട്ടു. And he goes and kills his brother Abel. എന്നാൽ അതിനുശേഷം തന്റെ സഹോദരനെ കൊല്ലുന്നു. And God asks him a question. ദൈവം കായിനോട് ഒരു ചോദ്യം ചോദിച്ചു. And I think this question is resonating down through history even today in our hearts. ഇത് ഹൃദയത്തിൽ ചരിത്രങ്ങളുടെ ഓരോ താളുകളും കഴിയുമ്പോഴും തുടർച്ചയായി ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. God asked Cain, Cain, where is your brother? ദൈവം കായിനോട് ചോദിക്കുകയാകുന്നു, കായിനെ നിന്റെ സഹോദരൻ എവിടെ? Today God comes to our churches, our homes and asks us, where is your brother? ഇന്ന് ദൈവം നമ്മുടെ സഭയിലേക്ക് നമ്മുടേതായിട്ടുള്ള നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം നമ്മോട് ചോദിക്കും, നിന്റെ സഹോദരൻ എവിടെ? Our question back is, who is our brother? നമ്മുടെ ചോദ്യം പലപ്പോഴും ഇങ്ങനെയാകുന്നു, ആരാകുന്നു എന്റെ സഹോദരൻ? We make it theological. നാം അതിനെ ദൈവശാസ്ത്രവുമായി We ബന്ധിപ്പിക്കുന്നു. make it psychological. നാം അതിനെ മനഃശാസ്ത്രവുമായി We make ബന്ധിപ്പിക്കുന്നു. it philosophical. നാം അതിനെ സിദ്ധാന്തവുമായി ബന്ധിപ്പിക്കുന്നു. But God has a simple question. എന്നാൽ ദൈവത്തിന് വളരെ ലളിതമായിട്ടുള്ള ചോദ്യമുണ്ട്, Where is your brother? നിന്റെ സഹോദരൻ എവിടെ? Being part of God's community or one another life has to be intentional. ദൈവത്തിൻ്റെതായിട്ടുള്ള കൂട്ടായ്മയിലായിരിക്കുക, ഒന്നിച്ച് ജീവിക്കുക, തമ്മിലായിരിക്കുക എന്നുള്ളത് വളരെ ഉദ്ദേശത്തോടുകൂടി It തീരുമാനമായിരിക്കും. doesn't happen by itself. അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നല്ല. Because Jesus said, you have to make a choice to be hospitable. യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അതിഥി സൽക്കാരം നടത്തുവാനായിട്ട് നിങ്ങൾക്ക് അതൊരു തീരുമാനം തന്നെ ആയിരിക്കണം. In the Bible, this one another word is used multiple times in the Bible. വചനത്തിൽ തമ്മിൽ എന്നുള്ള ഈ വാക്കുകൾ അനേക സമയത്ത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. Some people say anywhere between 50 to 100 times used in different ways. ചില വ്യക്തികൾ ഇങ്ങനെ പറയുന്നു, അത് വ്യത്യസ്തമായിട്ടുള്ള വകഭേദങ്ങളിൽ അത് ഏകദേശം 100ഓളം തവണ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. But the Bible says that in John 13:35 that people will know you are my disciples if you love one another. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 35-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയുന്നത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കാണുമ്പോഴാകുന്നു. I looked at many of the scriptures, the one another scriptures in the Bible, and I divided it into 4 parts. ഞാൻ ഈ ഭാഗങ്ങളെ എല്ലാം വചനത്തിൽ നോക്കിയപ്പോൾ 4 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. And I believe the first thing God wants to do through a one another life ഒരു തമ്മിലുള്ള ജീവിതത്തിൽ നിന്ന് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യം is God wants to deal with our old nature. ദൈവത്തിന് നമ്മുടെ പഴയ മനുഷ്യനുമായിട്ട് പഴയ സ്വഭാവവുമായിട്ട് ഇടപെടുവാൻ ആഗ്രഹമുണ്ട്. When we get saved, നാം രക്ഷിക്കപ്പെടുമ്പോൾ we come with the fullness of our old nature. നാം നമ്മുടെ പഴയ മനുഷ്യന്റെ പൂർണ്ണതയിൽ തന്നെയാകുന്നു We വരുന്നത്. are angry people, നാം ദേഷ്യമുള്ളവരാകുന്നു, complaining people, പരാതി പറയുന്നവരാകുന്നു, selfish people. സ്വാർത്ഥരാകുന്നു. So much of the old nature is in us. നമ്മുടെ പഴയ മനുഷ്യന്റേതായിട്ടുള്ള പൂർണ്ണത തന്നെ അപ്പോഴുമുണ്ട്. Along with that, we are also singing ആരാധിച്ചു കുമ്പിടുന്നു. ആ കൂട്ടത്തിൽ നാം പാടുകയും ചെയ്യും, that we are bowing down and worshiping. When we go home and there is a fight or there is an issue, and then we don't want to worship God and we don't want to bow down before him. എന്നാൽ വീട്ടിൽ പോയി നാം ചെറിയ ഒരു പിണക്കവും അല്ലെങ്കിൽ വഴക്കുമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ദൈവത്തിനെ ആരാധിക്കാനും കുമ്പിടാനും The താല്പര്യമില്ല. first thing God wants us to do is deal with the old nature. അപ്പോൾ ആദ്യമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പഴയ മനുഷ്യനുമായിട്ട് ഇടപെടുവാനാകും. In dealing with the old nature, when I looked at the one another scriptures, it had 3 parts. ഈ തമ്മിലുള്ള ആ ഒരു വാക്യങ്ങളെ ശ്രദ്ധിച്ചപ്പോൾ പഴയ മനുഷ്യനുമായിട്ട് ഇടപെടുന്ന കാര്യത്തിൽ 3 ഭാഗങ്ങളുണ്ട്. First was to avoid strife. ഏറ്റവും ആദ്യമായിട്ട് കലഹം ഒഴിവാക്കുക. The first list of one another scriptures I saw had to do that God wants you and me to do what it takes
to avoid strife. ആദ്യമായിട്ട് ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കലഹം ഒഴിവാക്കാൻ, ശണ്ഠ ഒഴിവാക്കാൻ എന്ത് ചെയ്യണമോ അത് നാം ഓരോരുത്തരും ചെയ്യേണ്ടിയിരിക്കും. In our homes and in our church, strife must be unacceptable according to God's word. നമ്മുടെ ഭവനത്തിലും നമ്മുടെ സഭയിലും കലഹം, ശണ്ഠ എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തീർച്ചയായും സ്വീകാര്യമല്ല. You can't run through every verse, but let me quote a few scriptures. നമുക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ വാക്യങ്ങളും നോക്കാൻ സമയമില്ല, എന്നാൽ അല്പം വാക്യങ്ങൾ മാത്രം ഞാൻ പറയട്ടെ. Mark 9:50 says, "Be at peace with one another." മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെതായുള്ള 50-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ അന്യോന്യം സമാധാനത്തിലായിരിക്കുക. Which means we have to be at peace with one another. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാം സമാധാനത്തിലായിരിക്കണം. The other person being the peacemaker is not the question. Are you the peacemaker? മറ്റുള്ള വ്യക്തി സമാധാനമുള്ള വ്യക്തിയാണോ എന്നുള്ളതല്ല ചോദ്യം, എന്നാൽ നിങ്ങൾ സമാധാനം കൊണ്ടുവരുന്ന വ്യക്തിയാണോ. Ephesians 4:2 says, എഫെസ്യ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, Bible says, gently be patient and tolerate one another. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. Some people say, so true, Pastor, I don't know how I'm tolerating my husband. ചില വ്യക്തികൾ ഇങ്ങനെ പറയാറുണ്ട്, വളരെ കറക്റ്റ് ആണ് പാസ്റ്റർ, ഈ ഭർത്താവിനെ എങ്ങനെയാണ് സഹിക്കുന്നത് എനിക്കറിയുകയില്ല. But that tolerate is not the tolerate the word of God means. എന്നാൽ തിരുവചനം പറയുന്നതായിട്ടുള്ള ആ സഹിക്കുക എന്ന് പറയുന്നത് അങ്ങനെയല്ല. Gently, patiently be bearing with your spouse. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും Even within the church. സഭയ്ക്കകത്തും. That's why Colossians 3:13 says, അതുകൊണ്ടാകുന്നു കൊലോസ്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം പറയുന്നത്, bear with one another and forgive one another. അന്യോന്യം സഹിക്കുകയും അന്യോന്യം ക്ഷമിക്കുകയും ചെയ്യുവിൻ. Which means when the Bible says bear with one another, it means it is difficult to handle all the people in our community, in our church. അന്യോന്യം സഹിക്കുക എന്ന് പറയുമ്പോൾ വചനം അർത്ഥമാക്കുന്നത് അതായത് സഭയിലുള്ള എല്ലാ ആൾക്കാരുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ പ്രയാസമാണ്. There are some real difficult people in the body of Christ. ദൈവ ശരീരത്തിൽ വളരെ പ്രയാസമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വ്യക്തികളുണ്ട്. There are some difficult people in our homes. നമ്മുടെ ഭവനത്തിലും പ്രയാസമുണ്ടാക്കുന്ന വ്യക്തികളുണ്ട്. But Bible says bear with them, be patient with them. എന്നാൽ വചനം എങ്ങനെ പറയുന്നു, അവരോട് ക്ഷമയുള്ളവരാകും. Now here is what we would call in cricket a bouncer. ക്രിക്കറ്റിൽ ബൗൺസർ എന്ന് പറയുന്നത് പോലെ ഇതൊരു കാര്യമാകുന്നു. James 4:11 says, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെതായുള്ള 11-ാമത്തെ വാക്യം, do not complain against one another. നിങ്ങൾ അന്യോന്യം പരാതി പറയരുത്. Or don't slander one another. അന്യോന്യം കുറ്റപ്പെടുത്തരുത്, തന്റെ സഹോദരൻ കുറ്റപ്പെടുത്തരുത്. Now think about it in your marriage. ഇത് നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ചാട്ടെ. How will you apply this scripture? ഇത് ഈ വേദവാക്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ പ്രായോഗികമാക്കും? Do not complain about one another. നിങ്ങൾ അന്യോന്യം കുറ്റപ്പെടുത്തരുത്. It does not mean you cannot bring things out to sort out a conflict. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ട് ചില കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുക എന്നല്ല. But what we do in our family, in our church, we will look for people who will agree with us. എന്നാൽ നാം പലപ്പോഴും നമ്മുടെ കുടുംബത്തിലും സഭയിലും നാം നോക്കുന്നത് നാമുമായി യോജിക്കുന്ന വ്യക്തികളെ We നോക്കും. will complain against the person we are hurt with. എന്നാൽ നാം മുറിവേറ്റിരിക്കുന്ന വ്യക്തിക്കെതിരെ ഈ വ്യക്തികളുമായി ചേർന്ന് കുറ്റപ്പെടുത്തും. Bible says don't judge one another. വചനം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അന്യോന്യം വിധിക്കരുത്. And to put a stumbling block in their way. അവരുടെ വഴിയിൽ നിങ്ങൾ ഒരു തടസ്സമായി നിൽക്കരുതെന്ന് പറയുന്നു. 1 Peter 3:8 says live in harmony with one another. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു, സഹോദര പ്രീതിയും മനസ്സലിവും വിനയമുള്ളവരായിരിക്കും. The scripture says being in harmony with one another. നിങ്ങൾ ഐകമത്യപ്പെട്ട്. You see, harmony has to do with frequency going together. ഈ ഐകമത്യപ്പെടുക എന്ന് പറയുന്നത് ഒന്നിച്ച് ആ ഫ്രീക്വൻസി എല്ലാം കറക്റ്റ് ആയിരിക്കും. It is like two oxen pulling a yoke together. അത് രണ്ട് കാളകൾ ഒന്നിച്ച് ഒരു നുകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലെയാണ്. If they don't pull together, it will not be in harmony. അത് ഒന്നിച്ച് വലിച്ചില്ല എങ്കിൽ, മുന്നോട്ട് പോയില്ല എങ്കിൽ അതിനൊരു താളമുണ്ടാകും. It says have equal concern for one another. അന്യോന്യം നിങ്ങൾക്ക് തുല്യമായിട്ടുള്ള ഒരു കരുതൽ ഉണ്ടാകണം. Some are concerned about my parents. ചില വ്യക്തികളാണെങ്കിൽ എന്റെ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുന്നു. Others are concerned about my parents. മറ്റുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുന്നു. And then some are concerned about my carousel. ചില വ്യക്തികളാണെങ്കിൽ എന്റെ കേർസലിനെ കുറിച്ച് Some are ചിന്തിക്കുന്നു. the others' carousel. മറ്റുള്ള വ്യക്തികളാണെങ്കിൽ മറ്റുള്ളവരുടെ കേർസലിനെ കുറിച്ച് ചിന്തിക്കുന്നു. You see, we hear that in some carousels there is really good food. നാം മനസ്സിലാക്കുന്ന ഒരു സത്യം ഇതാണ്, അതായത് ചില കേർസലിൽ നല്ല ഭക്ഷണമുണ്ട്. Don't have strife in other carousels because of that. ഇത് കാരണം മറ്റു കേർസലിൽ വഴക്കുണ്ടാക്കരുത്. Be patient with one another. നിങ്ങൾ അന്യോന്യ ക്ഷമയോടെ ആയിരിക്കുക. Bearing with one another.
another. അന്യോന്യം സഹിച്ചുകൊണ്ട്. And Ephesians 5:21 says, submit to one another. എഫെസ്യ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 21-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ അന്യോന്യം കീഴ്പ്പെടുവിൻ. In dealing with this old man, ഈ പഴയ മനുഷ്യനുമായിട്ട് ഇടപെടുമ്പോൾ, before we used to cause strife, ഇതിനു മുമ്പാകെ നാം കലഹമുണ്ടാക്കുമായിരുന്നു. now Bible says you in the one another life avoid strife. എന്നാൽ ഈ തമ്മിലുള്ള ജീവിതത്തിൽ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ കലഹം ഒഴിവാക്കുക. It's not avoid negotiation or discussion. ചർച്ചയോ അല്ലെങ്കിൽ ആ കാര്യമൊന്നുമല്ല ചോദിക്കുന്നത്. Avoid the old nature. നിങ്ങളുടേതായിട്ടുള്ള പഴയ മനുഷ്യനെ മാറ്റിവെക്കുക. Avoid the fights from fear. ഭയത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള കലഹം ഒഴിവാക്കുക. The fights that come from control. നിയന്ത്രണത്തിൽ നിന്ന് വരുന്ന കലഹങ്ങൾ ഒഴിവാക്കുക. There is as I was preparing for this message, one scripture really took me out. ഞാൻ ഈ ദൂതനായിട്ട് ഞാൻ ഒരുങ്ങുമ്പോൾ ഒരു വാക്യം എന്നെ വളരെ ആഴത്തിൽ സ്പർശിച്ചു. Galatians 5:26. ഗലാത്യ ലേഖനത്തിൻ്റെതായിട്ടുള്ള 5-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 26-ാമത്തെ വാക്യം. I hope you're ready for this. ഇത് ഇതിനായിട്ട് നിങ്ങൾ ഒരുക്കത്തോടെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. Bible says we also that let us not become conceited, provoking and envying one another. നാം പരസ്പരം പ്രകോപിപ്പിച്ചും പരസ്പരം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികൾ ആകരുത്. Vradha abhimanagal. I don't know if that is the right translation, but don't be conceited, which means scheming and selfishly planning, shrewd person. സ്വാർത്ഥതയോടുകൂടെ വളരെ ഗൂഢാലോചന നടത്തുന്ന രീതിയിലുള്ള അപ്രകാരം തെറ്റായിട്ടുള്ള തന്ത്രങ്ങൾ മെനയുന്ന വ്യക്തിയായി നിങ്ങൾ മാറരുത്. The Bible says if you provoke one another, വചനം ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ അന്യോന്യം പ്രകോപിപ്പിച്ചാൽ. think of our marriages, our homes, our churches. Do we provoke one another? വിവാഹ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ഭവനങ്ങളെക്കുറിച്ചും നമ്മുടേതായിട്ടുള്ള സഭയെക്കുറിച്ചും നിങ്ങൾ ചിന്തിച്ചാൽ നമ്മൾ അന്യോന്യം പ്രകോപിപ്പിക്കുന്നുണ്ടോ? Are you listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? I don't want to listen to you. എനിക്ക് നിന്നോട് ശ്രദ്ധിക്കാൻ താല്പര്യമില്ല. Please listen to me. എന്നോട് ശ്രദ്ധിക്കാമോ? Oh, as if you listen to me. നീ പറയുന്ന കേട്ടാൽ ഞാൻ പറയുന്നത് നീ ശ്രദ്ധിക്കാറുണ്ടെന്നാ തോന്നുന്നു. You see, we're provoking one another. നാം അന്യോന്യം പ്രകോപിപ്പിക്കുന്നു. And we think that's perfectly okay. നാം പലപ്പോഴും ചിന്തിക്കുന്നു അതിന് ഒരു കുഴപ്പവുമില്ല എന്ന്. Bible says you are conceited. വചനം പറയുന്നു നിങ്ങൾ അത് തെറ്റായിട്ടുള്ള ആലോചനയാകുന്നു. Conceited people provoke one another. ദുരാലോചനയിൽ നടക്കുന്നവർ അന്യോന്യം So പ്രകോപിപ്പിക്കും. God says, you know, kill that old man. ദൈവം ഇങ്ങനെ നമ്മോട് പറയുകയാകുന്നു, ആ പഴയ മനുഷ്യനെ തകർത്ത് കളയുക, കൊന്നു കളയുക. Sort out the conflict. ആ ഒരു കലഹത്തെ നിങ്ങൾ പരിഹരിക്കുക. Don't grumble against one നിങ്ങൾ another. പെറുപെറുക്കരുത്, പരാതിപ്പെടരുത്. I can imagine grumbling, just upset and എനിക്കത് ചിന്തിക്കുവാൻ കഴിയുന്നുണ്ട്, അങ്ങനെ പെറുപെറുക്കുന്നതായിട്ടുള്ള ആ ഒരു അന്തരീക്ഷം. In other words, the Bible says, മറ്റൊരു വചനം പറയുന്നത്, I'm wondering whether Paul wrote it to the church or Paul wrote it to the world. I don't know. ഇത് പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്കാണോ എഴുതിയത് അതോ ലോകത്തിലേക്കാണോ എഴുതിയെന്ന് അറിയുകയില്ല. Galatians 5:15. ഗലാത്യ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. Don't bite and devour one another and consume one another. എന്നാൽ നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ. I don't know who he was thinking of when he wrote that. ഇത് എഴുതിയപ്പം ആരെ കുറിച്ചാണ് എഴുതിയെന്ന് അറിയുകയില്ല. Maybe he was thinking about some of our homes or some of our churches. അല്ലെങ്കിൽ ചില സഭകളെ കുറിച്ചോ അല്ലെങ്കിൽ ചില ഭവനങ്ങളെ കുറിച്ചോ ആയിരിക്കാം. Paul is writing അന്യോന്യം കടിച്ചു കളയരുതെന്ന്. Don't bite each other എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. You know, he was expressing the pain of his heart. തന്റെ ഹൃദയത്തിൻ്റെതായുള്ള വേദന അവിടെ വെളിപ്പെടുത്തുകയാണ്. And don't consume one another. നിങ്ങൾ തിന്നുകളയുകയും ചെയ്താലോ. But be kind-hearted and forgive one another. ഒരുവനാൽ ഒരുവൻ നശിച്ചു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. So that God says, deal with that old man. അതുകൊണ്ട് ആ പഴയ മനുഷ്യനുമായി നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുക. That we will avoid conflict. അങ്ങനെ നാം കലഹം ഒഴിവാക്കും. We will solve conflict. നാം പ്രശ്നത്തെ പരിഹരിക്കും. And we will be united. നാം ഐകമത്യപ്പെടും. Be of the same mind with one another. നിങ്ങൾ അന്യോന്യം ഐകമത്യപ്പെടണമെന്ന വചനം പറയുന്നു. Romans 12:16 says that. റോമലേഖനത്തിന്റെ 12-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 16-ാം വാക്യം അത് പറയുന്നു. In your home, how can you negotiate and come and say, let's be of the same mind? നിങ്ങളുടേതായിട്ടുള്ള ഭവനത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് ഈ ഒരു യോജിപ്പിലേക്ക് എത്തുവാൻ കഴിയും? നമുക്ക് ഒരു മനപ്പെടാം. So that, we must fight to be one. നാം ഒന്നാകുവാനായിട്ട് നാം പൊരുതേണ്ടിയിരിക്കുന്നു. That we might love one another. അങ്ങനെ നാം അന്യോന്യം സ്നേഹിച്ചുകൊണ്ട്. That the first commandment will be proved by our second commandment. നമ്മുടെ രണ്ടാമത്തെ കൽപ്പനയിലൂടെ ആദ്യത്തേതായുള്ള കൽപ്പന വെളിപ്പെടുവാനായി. So why does God give us the one another command? അതുകൊണ്ട് എന്തുകൊണ്ട് തമ്മിൽ നിന്നുള്ള കൽപ്പനകൾ ദൈവം നമുക്ക് നൽകുന്നു? Because he wants to kill the old man. ഒന്ന്, പഴയ മനുഷ്യനെ ദൈവം കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു. Secondly, God wants us to put on the new man. രണ്ടാമതായിട്ട് പുതിയ മനുഷ്യനെ ധരിക്കുവാനായിട്ട് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. That is in character. അത് സ്വഭാവത്തിലാകുന്നു. Why one another?
എന്തുകൊണ്ട് തമ്മിൽ തമ്മിൽ? Paul says, speak to one another in truth. തമ്മിൽ തമ്മിൽ സത്യത്തിൽ സംസാരിക്കുക. Oh, some people use truth to hurt one another. ചില വ്യക്തികളാണെങ്കിൽ സത്യം ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനാകും. But the Bible says, in love speak to one another. എന്നാൽ സ്നേഹത്തിൽ സത്യം സംസാരിക്കുവാൻ വചനം പറയുന്നു. Colossians 3:9 says, don't lie to one another. കൊലോസ്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം പറയുന്നത് നിങ്ങൾ ഭോഷ്ക് പറയരുത്. James 5:16 says, confess your sin to one another. യാക്കോബിന്റേതായിട്ടുള്ള ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം പറയുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ ഏറ്റുപറയുക. Because God wants to deal with the inner man. കാരണം ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടേതായിട്ടുള്ള അകമയുള്ള മനുഷ്യനെ കൈകാര്യം ചെയ്യുവാനാകുന്നു. And he wants us to put on the new man. പുതിയ മനുഷ്യനെ നാം ധരിക്കുവാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. He says, accept one another. അതിനുശേഷം നിങ്ങൾ അന്യോന്യം സ്വീകരിപ്പിൻ. This new man is willing to accept. Oh, you don't agree with me, no problem, I accept you. ഈ പുതിയ മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാവരെയും സ്വീകരിക്കുവാൻ ഒരുക്കമുള്ളവനാകുന്നു. നീ എന്നോട് യോജിക്കുന്നില്ലേ, എന്നാലും കുഴപ്പമില്ല, ഞാൻ നിന്നെ അംഗീകരിക്കുന്നു. It says in humility, don't be boastful and challenge one another. നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കണം. നിങ്ങൾ സ്വയം പ്രശംസിച്ച് അന്യോന്യം വെല്ലുവിളിക്കരുത്. Clothe yourself with humility. നിങ്ങളെ തന്നെ താഴ്മയാൽ നിങ്ങൾ നിറയ്ക്കട്ടെ. Consider one another better than yourself. നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായി മറ്റുള്ളവരെ എണ്ണുക. Wash one another's feet. അന്യോന്യം നിങ്ങളുടേതായിട്ടുള്ള മറ്റുള്ളവരുടെ കാൽ കഴുകുക. Submit to one another. നിങ്ങൾ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക. Clothe yourself with that kind of humility, the Bible says. അപ്രകാരമുള്ള താഴ്മ കൊണ്ട് നിങ്ങളെ തന്നെ ധരിക്കുക എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. This is what Jesus did for us. ഇതാകുന്നു യേശു നമുക്ക് വേണ്ടി ചെയ്തത്. And walk in honor to one another. അന്യോന്യം ബഹുമാനത്തിൽ നിങ്ങളെ തന്നെ നടക്കുക. You see, there is a verse that really has taken on my heart. എന്റെ ഹൃദയത്തിൽ സ്പർശിച്ച ഒരു വാക്യമുണ്ട്. Romans 12:10 says, റോമാലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, give preference to one another. നിങ്ങൾ അന്യോന്യം കരുതുക. You want like that? നിനക്ക് അങ്ങനെ ചെയ്യാൻ My താല്പര്യമുണ്ടോ? doing this is disturbing you? ഞാൻ ഇങ്ങനെ ചെയ്താൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? We'll have it your way. അങ്ങനെയാണെങ്കിൽ നിന്റെ രീതിയിൽ നമുക്ക് ചെയ്യാം. We prefer it like that. ഞാൻ ആ രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Imagine how our world, our churches, our ministries, our families would have been if we would prefer one another. നാം അപ്രകാരം ഒരു താല്പര്യത്തിലേക്ക് മറ്റുള്ളവരെ കരുതാൻ പോയി കഴിഞ്ഞാൽ ഈ ലോകം അല്ലെങ്കിൽ നമ്മുടെ സഭ, നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെ ആയിരുന്നേ? So when God wants us to do the one another life, അപ്പോൾ തമ്മിലുള്ള ആ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ it is to kill the old man, അത് പഴയ മനുഷ്യനെ കൊല്ലുവാനാകും. the worldly man in me. അത് എന്റെ അകത്തുള്ള ജഡീകനായ മനുഷ്യൻ Is to put on the new man, അതിനുശേഷം പുതിയ മനുഷ്യനെ ധരിക്കുവാനായി the godly man, the Spirit of God in me. ദൈവത്തിന്റെ ആത്മാവുള്ള അകമയുള്ള മനുഷ്യൻ. Thirdly, what does God want to do with the one another life? മൂന്നാമതായിട്ട് ദൈവം ഈ തമ്മിലുള്ള ജീവിതം കൊണ്ട് നമ്മിൽ എന്താ ആഗ്രഹിക്കും? He wants us to walk in love for one another. അന്യോന്യം സ്നേഹത്തിൽ നടക്കുവാൻ ദൈവം The ആഗ്രഹിക്കും. Bible says, when you come to eat communion, wait for one another. തിരുവചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ കർത്തൃമേശയ്ക്കായി നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കായി കാത്തു നിൽക്കും. Husbands and wives, don't deprive one another of intimacy. ഭാര്യയും ഭർത്താവും നിങ്ങളുടേതായിട്ടുള്ള ആ അടുപ്പത്തിൽ നിന്ന് നിങ്ങളെ വേർപിരിക്കരുത്. Comfort one another. അന്യോന്യം നിങ്ങൾ സൗകര്യത്തിലാക്കുക അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുക. Have equal concern for one another. നിങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും നിങ്ങൾക്ക് തുല്യമായിട്ടുള്ള ഒരു കരുതൽ ഉണ്ടാവും. Be kind and compassionate to one another. നിങ്ങൾ ദയയുള്ളവരും മനസ്സലിവുള്ളവരുമാവുക. Because if you love one another, you'll be considerate and caring. കാരണം നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സലിവുള്ളവരും നിങ്ങൾ പരിപാലിക്കുന്നവരുമാകും. So the third thing God wants us is to learn to love one another. മൂന്നാമതായിട്ട് ദൈവം നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നാം തമ്മിൽ സ്നേഹിക്കണമെന്നാണ്. The Bible says, seek good and don't repay evil for evil. മൂന്നാം വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നന്മ ആഗ്രഹിച്ച തിന്മയ്ക്ക് പകരമായി നിങ്ങൾ തിന്മ ചെയ്യരുത്. The Bible says, love one another deeply. ആഴത്തിൽ അന്യോന്യം സ്നേഹിക്കുക എന്ന് വചനം പറയും. And let that love increasingly flow. ആ സ്നേഹം അധികമായി ഒഴുകട്ടെ. So God wants us to kill the old man. അതുകൊണ്ട് ദൈവം പഴയ മനുഷ്യനെ കൊല്ലുവാനായി നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. God wants us to put on the new man. പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു. God wants us to train us to love the other. മറ്റുള്ള വ്യക്തിയെ സ്നേഹിക്കുവാൻ ദൈവം നമ്മെ പരിശീലിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Finally, God wants us to, through that, serve one another. ഏറ്റവും ഒടുവിലായിട്ട് അത് മുഖാന്തരം ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുവാനായിട്ട്. When we come into a marriage, we want to be served. നാം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ശുശ്രൂഷ ലഭിക്കണമെന്ന് നാം When ആഗ്രഹിക്കുന്നു. we come to a church, we want to be served.
സഭയിൽ വരുമ്പോൾ നാം ശുശ്രൂഷിക്കപ്പെടണമെന്ന് നാം ചിന്തിക്കുന്നു. But when we crucify the old man, എന്നാൽ നാം പഴയ മനുഷ്യനെ നാം ക്രൂശിക്കുമ്പോൾ, when we put on the new man, നാം പുതിയ മനുഷ്യനെ ധരിക്കുമ്പോൾ, when we walk in love for one another, നാം അന്യോന്യം സ്നേഹത്തിൽ നടക്കുമ്പോൾ, the fourth thing happens in our life. നാല് കാര്യങ്ങൾ The fourth thing happens in our life. നാലാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. We learn to serve one another. നാം അന്യോന്യം ശുശ്രൂഷിക്കുവാൻ പഠിക്കുന്നു. Bible says through love serve one another. വചനം എങ്ങനെ പറയുന്നത്? സ്നേഹത്തിൽ നിങ്ങൾ അന്യോന്യം ശുശ്രൂഷിക്കുക. Wash one another's feet. അന്യോന്യം മറ്റുള്ളവരുടെ കാൽ കഴുകുക. If you see your brother sister having a burden, bear their burden. നിങ്ങളുടെ സഹോദരനോ സഹോദരിക്കോ ഒരു പ്രയാസമുണ്ടെങ്കിൽ, ഒരു ഭാരമുണ്ടെങ്കിൽ നിങ്ങൾ താങ്ങുവാൻ സഹായിക്കുക. 1 Thessalonians 5:11 says build up one another. 1 തെസ്സലോനിക്കർ 5:11 പറയുന്നത് നിങ്ങൾ അന്യോന്യം ബലപ്പെടുത്തുക. Bible says stimulate one another to do good ministry. ദൈവത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ശുശ്രൂഷിക്കുവാനായിട്ട് നിങ്ങൾ അന്യോന്യം പ്രോത്സാഹിപ്പിക്കുക. Bible says teach one another. വചനം ഇങ്ങനെ പറയും, നിങ്ങൾ അന്യോന്യം ഉപദേശിക്കുക. Speak to one another with psalms and hymns and with spiritual songs. സങ്കീർത്തനങ്ങളാലും സ്തോത്ര ഗാനങ്ങളാലും നിങ്ങൾ അന്യോന്യം പാടുക എന്ന് പറയുന്നു. Correct one another. അന്യോന്യം നിങ്ങൾ തിരുത്തുക. Encourage one another. അന്യോന്യം പ്രോത്സാഹിപ്പിക്കുക. Challenge one another to serve with good deeds. നല്ല പ്രവർത്തികൾ, സൽപ്രവർത്തികളിൽ വളരുവാനായിട്ട് നിങ്ങൾ അന്യോന്യം താല്പര്യപ്പെടുത്തുക. Confess your sin to one another. നിങ്ങളുടേതായിട്ടുള്ള പാപങ്ങൾ അന്യോന്യം ഏറ്റുപറയുക. Pray for one another. അന്യോന്യം പ്രാർത്ഥിക്കുക. Offer hospitality to one another. നിങ്ങൾ അന്യോന്യം അതിഥി സൽക്കാരം ചെയ്യുക. Without grumbling. പെറുപെറുക്കാതെ. And each one should use his gift അതോടൊപ്പം തന്നെ ഓരോരുത്തരും താന്താൻ്റെതായുള്ള വരം to serve one another. അന്യോന്യം ശുശ്രൂഷിക്കുവാനായിട്ടും I ഉപയോഗിക്കും. believe God is calling you and me to the one another life. ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ തമ്മിലുള്ള ജീവിതത്തിലേക്ക് വിളിക്കുന്നു. Maybe wherever you are right now. നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും ശരി, If you would close your eyes with me right now. നിങ്ങളിപ്പോൾ കണ്ണുകൾ അടച്ച്, And the Holy Spirit is challenging you today. പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ താല്പര്യപ്പെടുത്തുന്നു. Being born again is not about coming to a church and then going to heaven. വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ഒരു സഭയിലേക്ക് വന്ന് എന്നിട്ട് സ്വർഗത്തിലേക്ക് പോകുക എന്നുള്ളതല്ല. Being born again is about crucifying the old man. വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് പഴയ മനുഷ്യനെ ക്രൂശിക്കുന്നതാകും. Putting on the new man. പുതിയ മനുഷ്യനെ ധരിക്കുന്നതാകും. Learning to love one another. അന്യോന്യം സ്നേഹിക്കുവാൻ പഠിക്കുന്നതാകും. And coming to a place where we serve one another. അങ്ങനെ അന്യോന്യം ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള ഒരു നിലവാരത്തിലേക്ക് വരുന്നതാണ്. Maybe the Holy Spirit is speaking to your heart today. ചിലപ്പോൾ ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളുമായി ഇടപെടുന്നുണ്ടാകും. If you see such a resistance in your heart, your flesh man is causing such trouble, repent this morning. നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ പ്രവൃത്തിക്ക് വിരോധമായിട്ട് എന്തെങ്കിലും ഉയരുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയ തടസ്സം അപ്രകാരം അനുഭവിക്കുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ അനുതപിച്ചാണ്. The Bible says, let the old man be crucified with Christ with its lusts and its passions. വചനം ഇങ്ങനെ പറയുന്നു, പഴയ മനുഷ്യനെ അതിൻ്റെതായുള്ള രാഗമോഹങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ക്രൂശിക്കപ്പെടട്ടെ. This morning, don't let your lusts and your passions stand in the way of crucifying that old man. ആ പഴയ മനുഷ്യനെ ഇന്ന് ക്രൂശിക്കുമ്പോൾ നിങ്ങളുടെ രാഗമോഹങ്ങൾ അതിന് തടസ്സമായി നിൽക്കുവാൻ നിങ്ങൾ അനുവദിക്കരുത്. Holy Spirit wants to encourage you right now. പരിശുദ്ധാത്മാവ് നിങ്ങളെ താല്പര്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. Bible says, put off that old man. ആ പഴയ മനുഷ്യനെ എടുത്തു മാറ്റുക. And put on the new man. പുതിയ മനുഷ്യനെ ധരിക്കുക. So Lord wants you to put on this new man. നിങ്ങൾ ഈ പുതിയ മനുഷ്യനെ ധരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Transformed man. രൂപാന്തരപ്പെട്ട മനുഷ്യൻ. This transformed man has new character. ഈ രൂപാന്തരപ്പെട്ട മനുഷ്യന് പുതിയ സ്വഭാവമുണ്ട്. This new transformed man has integrity. ഈ രൂപാന്തരപ്പെട്ട മനുഷ്യന് ആത്മാർത്ഥതയുണ്ട്. This transformed man walks in humility. ഈ രൂപാന്തരപ്പെട്ട മനുഷ്യൻ താഴ്മയിൽ നടക്കും. Transformed man has no issues submitting to others. ഈ രൂപാന്തരപ്പെട്ട മനുഷ്യന് അന്യോന്യം കീഴ്പ്പെടുന്നതിൽ യാതൊരു പ്രയാസവുമില്ല. Transformed man is daily crucifying his flesh and submitting to God. ഈ രൂപാന്തരപ്പെട്ട മനുഷ്യൻ തന്റേതായുള്ള ജഡത്തെ അനുദിനം ക്രൂശിച്ചുകൊണ്ട് ദൈവത്തിന് വിധേയപ്പെടുന്നു. Put on the new man. പുതിയ മനുഷ്യനെ ധരിക്കുക. You may honor all people. അങ്ങനെ സകലരെയും മാനിക്കുവാനായി Then walk in love. സ്നേഹത്തിൽ നടന്ന്. Love is caring for people. സ്നേഹം എന്ന് പറയുന്നത് വ്യക്തികളെ കരുതുന്നതാകും. Considerate about other people. മറ്റുള്ള വ്യക്തികളെ കരുതുന്നതാകും. Considerate about what they are feeling. അവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കരുതുന്നതാകും. Considerate about what they are thinking. അവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കരുതുന്നതാകും. God wants us to be caring and considerate. ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങൾ കരുതുന്നവരാകുവാനായിട്ടും മനസ്സലിവുള്ളവരാകുവാനുമാകും. Love is patient. സ്നേഹം ദീർഘക്ഷമയുള്ളതാകും. Love is kind. സ്നേഹം ദയയുള്ളതാകും. God is love. ദൈവം സ്നേഹമാകും. We want to be patient. നാം തീർച്ചയായും ക്ഷമയുള്ളവരാകും. We want to be kind കർത്താവേ, നമുക്ക് ദയയുള്ളവരാകണം. because we want to be like God.
ഞങ്ങൾക്ക് അങ്ങേ പോലെ ആകുവാൻ ആഗ്രഹമുണ്ട്. And finally, Father, we just pray we will be able to serve one another. ഏറ്റവും ഒടുവിലായിട്ട് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അന്യോന്യം ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. Not serve when it is convenient, സൗകര്യമുള്ളപ്പോൾ മാത്രമല്ല, but serve when we know that it is inconvenient also. കർത്താവെ അസൗകര്യങ്ങളുടെ മധ്യേയും ശുശ്രൂഷിക്കുവാൻ സഹായിക്കണം. That hospitality being done without complaint. കർത്താവെ ഒരു പരാതിയുമില്ലാതെ അതിഥി സൽക്കാരം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. Lord, we want to open our lives to people that we can be a blessing to them. കർത്താവെ അനുഗ്രഹമാകുവാൻ കഴിയുന്ന വ്യക്തികൾക്കായി ഞങ്ങളുടെ ജീവിതങ്ങളെ തുറക്കുവാൻ സഹായിക്കണം. We want to pray for people. കർത്താവെ വ്യക്തികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ We ആഗ്രഹിക്കുന്നു. bless them, oh God. ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. And Father, I pray you prepare our hearts for one another life. പിതാവെ തമ്മിലുള്ള ജീവിതത്തിനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കണം. May our homes be open for lives of people to be transformed. കർത്താവെ വ്യക്തികളുടേതായുള്ള ജീവിതത്തിന് രൂപാന്തരത്തിന് ആവശ്യമായ രീതിയിൽ ഭവനങ്ങളെ തുറക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. May our churches be filled with transformed lives. കർത്താവെ സഭയിൽ മുഴുവൻ രൂപാന്തരപ്പെട്ട ജീവിതങ്ങളാൽ നിറയട്ടെ. Because they see the one another life in us. തമ്മിലുള്ള ജീവിതം ഞങ്ങളിൽ കണ്ടുകൊണ്ട് We commit our lives into your hands. ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ ഹൃദയങ്ങളിൽ സമർപ്പിക്കുന്നു. We give you all the glory. എല്ലാ മഹത്വവും മാനവും അങ്ങേക്ക്. Bless your people. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. In Jesus' mighty name. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ. Amen and amen. ആമേൻ. Amen. God bless you. Have a wonderful week living the one another life. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തമ്മിൽ നിങ്ങളെ ജീവിക്കുവാനായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ആഴ്ച ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. Amen. ആമേൻ.